നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അല്ല, അപ്പോ ഡോക്ടർ എന്താ പറഞ്ഞു വരുന്നേ? പ്രീതിയെ എഴുന്നേൽപ്പിക്കാൻ സാധിക്കുന്ന മനസ്സിന് തീർച്ചയായും നടത്താനും സാധിക്കും വിഷ്ണു. പ്രീതിയുടെ മനസ്സിന് ശരീരത്തെ കൊണ്ട് ഇനിയും അത്ഭുതങ്ങൾ കാണിക്കാൻ സാധിക്കും. എന്ന ശാലിനി അകത്തേക്കില്ല. അപ്പൊ വിഷ്ണു, ഞാൻ ഇറങ്ങുന്നു. അല്ല, ഈ സമയത്ത് ഡോക്ടർ പോയാല്? എനിക്ക് പോയേ പറ്റൂ വിഷ്ണു, ഒരു അർജന്റ് മീറ്റിംഗ് ഉള്ളതാ. അല്ല ഡോക്ടർ, അതിപ്പോ സാരമില്ല, ഞാൻ പോയ ഒരു ശാലിനി അറിയണ്ട. പലപ്പോഴും മരുന്നല്ല വിഷ്ണു ഫലം ചെയ്യുന്നത്, ഡോക്ടറോടുള്ള വിശ്വാസമാണ്. അത് കളയണ്ട. വിഷ്ണുവും ശാലിനിയുമാണ് ഇവിടുത്തെ ഹീറോയിനും. ഞാനൊരു ഗസ്റ്റ് അപ്പിയറൻസ് മാത്രമാ. നിങ്ങൾ രണ്ടാളും വിചാരിച്ചാൽ സാധിക്കാത്തതായി ഒന്നുമില്ല. പക്ഷേ നിങ്ങളുടെ യാത്രക്കിടെ ഇനിയും എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ ഈ ഡോക്ടർ ഉണ്ടാവും, മറക്കണ്ട. ഓം ഗണജയായ നമഃ. ഓം ഗണപതയേ നമഃ. ഓം ഹേരംബായ നമഃ. ഓം ധരണീധരായ നമഃ. ഓം മഹാഗണപതയേ നമഃ. ഓം ലക്ഷ്യപ്രദായ നമഃ. ഓം ക്ഷിപ്രപ്രസാദായ നമഃ. ഓം അമോഘസിദ്ധയേ നമഃ. ഓം അമിതായ നമഃ. ഓം മന്ത്രായ നമഃ. മോളെ മടിയിൽ കിടത്തി തരട്ടെ പ്രീതി? പാർക്കുട്ടി മോളൂ വന്നേ. ആ ഓ, ഇനി കുറച്ചു നേരം ശാലിനി എടുത്തോണ്ട് നടക്കട്ടെ. അതെ. അയ്യോടാ, അവള് കാര്യം സാധിച്ചല്ലോ. ഉണ്ണിമൂത്രം പുണ്യാഹമെന്നല്ലേ? ആ, എന്നാലും വേണ്ട തിരുമേനി. ശാലിനി, അവളെ വാഷ്റൂമിൽ കൊണ്ടുപോയിട്ട് വാ. ഇങ്ങോട്ട് മാറി നിൽക്കടി. ഇതെന്താ ഇത്? ഇവിടെ നിന്നോണം, ഈ വീൽ ചെയർ ഇവിടുന്ന് മാറ്റുന്നവരെ. ഞാൻ എന്താ കാളയോ പോത്തോ മറ്റോ ആണോ? നിങ്ങൾ കെട്ടുന്ന കുറ്റിയിൽ കിടന്ന് കറങ്ങാൻ? കറങ്ങിയ കൊന്നുകളഞ്ഞൻ. ചൂണ്ടിക്കാണിക്കുന്നിടത്ത് നിന്നോണം പ്രീതിയുടെ മുന്നില്. കാളയും പോത്തൊക്കെ നിന്നെക്കാളും എത്ര ഭേദമാടി. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.